95-ാമത്തെ ദശകം ധ്യാനയോഗം. ഏകനായ ഭഗവാനാണ് പലതായി തീർന്നിരിക്കുന്നത്. 5-ാമത്തെ ദശകം തൊട്ട് നമ്മൾ നോക്കണം. അതാണ് ഭഗവാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. ആ ഭഗവാന്റെ ശക്തിയായ മായയെ ആശ്രയിച്ചാണ് ഈ കാണുന്ന ജഗത്ത് മുഴുവൻ ഉണ്ടായത്. ആ ഭഗവാൻ തന്നെ ഈ കാണുന്നതായ ബ്രഹ്മാണ്ടത്തിനെ സൃഷ്ടിച്ച് ആ ബ്രഹ്മാണ്ടത്തിൻ്റെ ഏറ്റവും മുകളിലുള്ള സത്യലോകത്തിൽ ബ്രഹ്മാവായി ഇരുന്നു. ഒരേ ഭഗവാൻ. അപ്പോൾ ആദ്യത്തെ ബ്രഹ്മസൃഷ്ടി അങ്ങനെയാണ്, താമരയിൽ നിന്നല്ല. ഭഗവാൻ തന്നെ സത്യലോകത്തിൽ പോയി ബ്രഹ്മാവായിട്ടിരിക്കുകയാണ്. ആരാണ് ബ്രഹ്മാവ്? അവിടെ വെച്ചാണ് തുടങ്ങുന്നത്. ആദൗ ഹൈരണ്യഗർഭീം തനും. ആദിയിൽ. ഏതിൻ്റെ ആദി? കൽപ്പത്തിൻ്റെ ആദി. മഹാപ്രളയം കഴിഞ്ഞു, കൽപ്പം തുടങ്ങണം, ബ്രാഹ്മകൽപ്പം. ആ കൽപ്പത്തിൻ്റെ ആദിയിൽ ഭഗവാൻ തന്നെ ഹിരണ്യഗർഭനായിട്ട് പോയിരിക്കുകയാണ്. സത്യലോകത്തിൽ പോയിരിക്കും. ആരാണ് ഹിരണ്യഗർഭൻ? നമ്മുടെ എല്ലാവരുടെയും സൂക്ഷ്മ ശരീരം, ലിംഗശരീരം എന്നും അതിന് പറയും. എന്തുകൊണ്ട്? കാരണശരീരവും ഉണ്ട്. സൂക്ഷ്മ ശരീരവും കാരണശരീരവും കൂടി രണ്ടും കൂടി ചേർന്നതിനെ ലിംഗശരീരം എന്ന് പറയും. ആ ലിംഗശരീരമെല്ലാം ഭഗവാനിൽ പോയി ലയിച്ച് കിടക്കുകയാണ്. ആ ലിംഗശരീരം എല്ലാം കൂടി ചേർന്നതാണ് ഹിരണ്യഗർഭൻ. ആദൗ ഹൈരണ്യഗർഭീം തനും. അത് ഹിരണ്മയമായ ഒരു രൂപമാണ്, പ്രകാശിക്കുന്നതാണ്. സമഷ്ടി സൂക്ഷ്മ ശരീരം. ആ ശരീരത്തിൽ ഭഗവാൻ സത്യലോകത്തിൽ ഇരുന്ന് അവികല ജീവാത്മികാം ആസ്ഥിതസ്ത്വം. അവികലം, പൂർണ്ണം, വൈകല്യമില്ലാത്തത്, യാതൊരു കേടുപാടുമില്ലാത്തത്, പൂർണ്ണമായിട്ടുള്ളതായ ജീവാത്മഭാവത്തെ പ്രാപിക്കുകയാണ്. ഭഗവാൻ സമഷ്ടി. ആ ഭഗവാനിൽ നിന്ന് വ്യഷ്ടികൾ വരുന്നു, അതാണ് ജീവാത്മഭാവം. വ്യഷ്ടികൾ വന്നിട്ട് ആ വ്യഷ്ടികൾ മായയുടെ 3 ഗുണങ്ങളുമായി ബന്ധപ്പെടുന്നു. സത്വഗുണം, രജോഗുണം, തമോ ഗുണം. അപ്പോൾ ഏകനായ ഭഗവാൻ കൽപ്പത്തിൻ്റെ ആദിയിൽ സത്യലോകത്തിൽ ഹിരണ്യഗർഭനായി പോയിരുന്ന് അവിടുന്ന് ജീവന്മാരെ സൃഷ്ടിക്കുന്നു. ജീവന്മാരുടെ സൂക്ഷ്മ ശരീരമാണ് ഹിരണ്യഗർഭൻ. അതിനൊക്കെ രൂപം കൊടുക്കുകയാണ്. ഇയാൾ പുണ്യം ചെയ്ത ആൾ ബ്രാഹ്മണനായിട്ട് പോട്ടെ, ഇയാൾ പാപം ചെയ്ത ആൾ നായയായിട്ട് പോട്ടെ, ഒക്കെ ബ്രഹ്മാവാണ് ചെയ്യുന്നത്. ഒരു പക്ഷഭേദമില്ല. എന്താണ് നമ്മൾ നേടിയത് അതിനനുസരിച്ചുള്ളതായ ശരീരങ്ങളിൽ തരും. 8-ാം ദശകത്തിൽ ഇതും 10-ലും പറയുന്നുണ്ട്. ഇതെല്ലാം മുമ്പ് പറഞ്ഞതാണ്. അതിനെ ഒന്നിച്ച് ധ്യാനത്തിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ എല്ലാ സൂക്ഷ്മ ശരീരങ്ങളും കൂടി ചേർന്നിരിക്കുന്നതായ ആ ബ്രഹ്മാവ് തന്നിൽ നിന്ന് തന്നെ ഈ ജീവന്മാർക്ക് സ്ഥൂല ശരീരത്തിനെ നൽകുന്നു.
തനും അവികല ജീവാത്മികാം ആസ്ഥിത. പൂർണ്ണമായ സമഷ്ടി ശരീരത്തോടുകൂടിയ ആ ബ്രഹ്മാവ് പിന്നെ ജീവത്വം പ്രാപ്യ അനേകം ജീവന്മാരാവുന്നു. അനേകം ജീവന്മാരാരൊക്കെ? ദേവന്മാർ, ഉപദേവന്മാർ, മനുഷ്യർ, മൃഗങ്ങൾ, സസ്യങ്ങൾ, ഓരോരുത്തരും മുമ്പ് ചെയ്തതായ കർമ്മങ്ങൾക്കനുസരിച്ച് ശരീരം കൊടുക്കുകയാണ്. ജീവത്വം പ്രാപ്യ നമുക്ക് മനുഷ്യന്മാരുടെ കാര്യം മാത്രം എടുക്കുക. മായാ ഗുണഗണഖചിത. മായയുടെ ഗുണഗണങ്ങൾ 3 ഗുണങ്ങൾ: സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. അത് ഖചിതം കലർന്നു. ഓരോ ശരീരത്തിലും ഈ മൂന്നും ഉണ്ട്. അതിന് ചിലതിന് ആധിക്യം വരും. ചിലതിൽ തമോ ഗുണം അധികമായിരിക്കാം, ചിലതിൽ രജോ ഗുണം അധികമായിരിക്കാം, ചിലതിൽ സത്വഗുണം അധികമായിരിക്കാം. മായാ ഗുണഗണഖചിതോ വർത്തസേ. ഹേ ഭഗവാനെ, അങ്ങ് തന്നെയല്ലേ ഈ ജീവന്മാരായിട്ട് ഇരിക്കുന്നത്? അങ്ങ് തന്നെയല്ലേ ദേവന്മാർ, മനുഷ്യന്മാർ, മൃഗങ്ങൾ, സസ്യങ്ങൾ എല്ലാം അങ്ങ് തന്നെ. എന്തുകൊണ്ട്? വിശ്വയോനി. ഈ കാണുന്ന വിശ്വത്തിൻ്റെ ഉത്ഭവസ്ഥാനം അങ്ങാണ്. വിശ്വത്തിൻ്റെ യോനിയാണ്. എന്തെല്ലാം ഇവിടെയുണ്ടോ അതെല്ലാം ആ ഭഗവാനിൽ നിന്ന് തന്നെ വന്നതാണ് എന്ന് നമ്മൾ വീണ്ടും 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 ഉറപ്പിക്കണം. എത്ര ഉറപ്പിച്ചാലും നമുക്കത് വിട്ടുപോകും. എന്തുകൊണ്ട്? ഈ ഗുണങ്ങൾ മൂലം. രജസ്തമോ ഗുണിയായിട്ടുള്ള ആൾക്ക് അത് ഉറപ്പിക്കാൻ സാധ്യമല്ല. അയാളുടെ മനസ്സ് ഇത് മുഴുവൻ സത്യമാണ്. അങ്ങനെ പണം നേടാൻ വേണ്ടിയിട്ടുള്ളതായ പല മാർഗങ്ങൾ നമ്മൾ പേപ്പർ ദിവസേന കാണുന്നതല്ലേ. എത്രത്തോളം പണം നേടിയാലും പോരാ, ഇനിയും വേണം വേണം. എന്താ കാരണം? രജോ ഗുണം. അയാളുടെ കുറ്റം പറഞ്ഞൊരു കാര്യമില്ല, അയാളുടെ ഗുണം അതാണ്. പിന്നെ തമോ ഗുണം, അതാണ് വേണ്ടാത്ത കാര്യങ്ങളിലേക്ക് മനസ്സ് പോകും. അപ്പോൾ 3 ഗുണങ്ങളുമുണ്ട്. നമുക്ക് വീണ്ടും ആ പരമാത്മാവിൻ്റെ അടുത്ത് പോയി ചേരണ്ടേ? അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കണ്ടേ? തത്ര ഉദ്വൃദ്ധേന സത്വേന. സത്വഗുണത്തിനെ വർദ്ധിപ്പിക്കണം. വർദ്ധിപ്പിച്ച സത്വഗുണം ഒന്നുകൊണ്ട് മാത്രമേ ആ ഭഗവാനെ പ്രാപിക്കാൻ നമുക്ക് സാധിക്കുള്ളൂ. അതിനു വേണ്ടിയുള്ളതായ ഉപായങ്ങൾ നമ്മൾ കണ്ടുപിടിക്കണം. അതാണ് പദാർത്ഥങ്ങൾ എന്നാണ് പറയുക. സാത്വികങ്ങളായ പദാർത്ഥങ്ങൾ. ആദ്യത്തെ പദാർത്ഥം നാമജപം. ആരെയും ആശ്രയിക്കാതെ, സ്ഥലം പോലും നോക്കേണ്ട ആവശ്യമില്ല, എപ്പോഴും നമുക്ക് ജപിക്കാവുന്ന ഒന്നാണ് ഭഗവാന്റെ നാമം. അത് നിരന്തരം ജപിക്കണം, നിരന്തരം. ഇവിടെ ഞാൻ പറയുകയാണെങ്കിൽ സ്ത്രീകളൊക്കെയാണ് ഭാഗ്യം ചെയ്തവർ. അടുക്കളയിലല്ലേ അധിക സമയം, നാമം ജപിച്ചുകൊണ്ട് ഉണ്ടാക്കാമല്ലോ. നാമജപവും നടന്നു, ആഹാരം നന്നായിട്ടുണ്ടാവുകയും ചെയ്യും. സാമ്പാർ അടിപ്പിടിക്കില്ല, ചോറ് നന്നായിട്ട് വേവും. അങ്ങനെയുള്ള ഗുണങ്ങൾ. എന്തുകൊണ്ട്? ഭഗവാന്റെ നാമത്തോടുകൂടിയാണ് നമ്മളാവണം. അപ്പം നിരന്തര നാമജപം അതാണ് ഒന്ന് എപ്പോഴും നമ്മൾ ഓർമ്മിക്കണം. വ്യാസഭഗവാൻ 18,000 ശ്ലോകങ്ങളുള്ള ഭാഗവതമാണ് എഴുതിയത്. പല വിധത്തിലുള്ളതായ ഭഗവാനെ പ്രാപിക്കാനുള്ളതായ മാർഗങ്ങൾ, കർമ്മയോഗം, ഭക്തിയോഗം, ജ്ഞാനയോഗം, ധ്യാനയോഗം എല്ലാം പറഞ്ഞു ഇല്ലേ? എന്നിട്ട് അവസാനം എന്താ പറഞ്ഞേ? നാമസങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം. നിങ്ങൾ ഇത്രയൊന്നും ബുദ്ധിമുട്ടുണ്ടാ, നാമം ജപിക്കൂ. അതാണ് ഏറ്റവും നല്ല പദാർത്ഥം. ഇതിന് പദാർത്ഥം എന്നാണ് പറയുക. ഭഗവാനെ ആ പദത്തിനെ പ്രാപിക്കാൻ വേണ്ടിയുള്ളതാണ്. ഭഗവത് പദത്തിനെ പ്രാപിക്കാൻ വേണ്ടിയുള്ള അർത്ഥം, സാധനമാണ് പദാർത്ഥം.
അപ്പോൾ യാതൊരു മടിയും കൂടാതെ നിരന്തരം നാമജപം. അത് രാവിലെ എഴുന്നേറ്റ് രാത്രി കിടക്കുന്നത് വരെ. ഈ മറ്റേ തുഞ്ചത്താചാര്യൻ അത് ഹരിനാമകീർത്തനത്തിൽ മനോഹരമായി 7 ശ്ലോകങ്ങൾ കൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ശ്ലോകം പലതും പറഞ്ഞു പകൽ കളയുന്ന നാവുതവ തിരുനാമകീർത്തനമിതതിനായി വരേണമിഹ കലിയായ കാലമിതിൽ അതുകൊണ്ടു മോക്ഷഗതി എഴുതെന്നു കേൾപ്പുഹരി നാരായണായ നമഃ. ഈ കലികാലത്ത് നാമജപമാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. അപ്പോൾ എത്രത്തോളം നാമം ഉച്ചരിക്കാമോ, പക്ഷെ അപ്പോഴൊക്കെ നമ്മുടെ മനസ്സ് മറ്റേ പല കാര്യങ്ങളിലേക്ക് പോവും. എന്തുകൊണ്ട്? രജോ ഗുണം വരും. ചിലപ്പോൾ രജോ ഗുണത്തിന് ആധിക്യം വരുമ്പോൾ ധനത്തിനെക്കുറിച്ചും മറ്റുള്ള കാര്യങ്ങൾ വസ്തുക്കളെക്കുറിച്ചും അത് നേടണം എന്നുള്ളതായ ചിന്തകളൊക്കെ വരും. അതിലേക്ക് രജോ ഗുണത്തിലേക്കും തമോ ഗുണത്തിലേക്കും മനസ്സധികം പോകാതെ എപ്പോഴും സാത്വികമായിട്ടുള്ളതായ പദാർത്ഥങ്ങൾ, ആ സാത്വിക പദാർത്ഥങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ് നാമജപം. പിന്നെയോ ക്ഷേത്രദർശനം. ക്ഷേത്രങ്ങളുടെ അടുത്ത് വീട് കിട്ടിയൊരു ഭാഗ്യം ചെയ്തവരാണ്. അതാണ് നമുക്ക് വേണ്ടെങ്കിലും ഒന്ന് പോകാൻ സാധിക്കും ഇല്ലേ? പോകണമെന്ന് തോന്നും. അവിടെ മണിയടിക്കുന്നത് കേൾക്കുമ്പോൾ ഒന്ന് പോകണമെന്ന് തോന്നും. ആ ക്ഷേത്ര ദർശനത്തിലൂടെ എന്തെല്ലാം പാപങ്ങൾ നമ്മൾ ചെയ്തുവോ ആ പാപങ്ങളെ നമുക്ക് അലിയിച്ചു കളയാൻ സാധിക്കുന്നതാണ്. ക്ഷേത്ര ദർശനത്തിന് അത്ര വലിയ മാഹാത്മ്യമാണ് ഉള്ളത്. പിന്നെ വീട്ടിൽ വന്നിരിക്കുകയാണെങ്കിൽ സ്വാധ്യായം, രാമായണമോ ഭഗവത്ഗീതയോ ഭാഗവതമോ നാരായണീയമോ ഒക്കെ എടുത്ത് വായിക്കാൻ സ്വാധ്യായം. എന്തുകൊണ്ട്? നമ്മൾ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പോൾ സ്വാധ്യായം. അല്ല വേറെ ആൾക്കാരുണ്ട്, ഒരു സുഹൃത്തുണ്ടെങ്കിലോ സത്സംഗം. അതാണ് സുഹൃത്തിൻ്റെ ഗുണം. അതാണ്. അപ്പോൾ സത്സംഗം. അപ്പോൾ നമുക്ക് ഉറക്കവും വരില്ല. രണ്ടുപേരും കൂടി ഇരുന്ന് ചർച്ച ചെയ്യും. സത്സംഗം. സത്തുക്കളുമായിട്ടുള്ള സംഘം, സത്തിനെക്കുറിച്ചുള്ളതായ ആ ചർച്ച നടക്കും. പിന്നെയോ വലിയ വലിയ ആചാര്യന്മാരുടെ കേൾക്കാൻ സാധിക്കുന്ന സമയത്ത് അവരുടെ പ്രഭാഷണങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതിന് സാധിക്കുന്ന സമയത്ത് അതിനും പോവുക. ഇപ്പോൾ ബോധാനന്ദ സരസ്വതിയൊക്കെ വന്നു. സാധിക്കുന്നവർ ആ 15 ദിവസവും അത് കേൾക്കാൻ പോകണം. അതാണ് ആചാര്യന്മാർ. ചിന്മയാനന്ദ സ്വാമി ഉള്ളപ്പോൾ അതാണ്. ഞാൻ അന്ന് ബോംബെയിലായിരുന്നു. അതാണ് രാവിലെ ഉപനിഷത്ത്, വൈകുന്നേരത്ത് ഭഗവത്ഗീത. കൊല്ലത്തിൽ 2 തവണ വരും. 2 തവണയും മുഴുവൻ പോകും. വലിയൊരു ഭാഗ്യമായിരുന്നു അത്. 7.5 കൊല്ലം അങ്ങനെ ഇതായി. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ തത്വത്തിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഏകാഹ സപ്താഹങ്ങൾ, ഏകാഹ പാരായണങ്ങൾ, സപ്താഹങ്ങൾ, സത്രങ്ങൾ ഒക്കെ നടത്താം. അങ്ങനെ നിരന്തര ഭഗവത് ചിന്ത കൊണ്ട് സത്വഗുണത്തിനെ വർദ്ധിപ്പിക്കണം. തത്ര ഉദ്വൃദ്ധേന സത്വേന. പറയലൊക്കെ എളുപ്പത്തിൽ കഴിഞ്ഞു. ഇത് അത്ര എളുപ്പത്തിലൊന്നും കിട്ടുന്നതല്ല. ഇപ്പം ഈ പറഞ്ഞത് എത്രയോ ജന്മം കൊണ്ടായിരിക്കും ചിലപ്പോൾ കിട്ടുന്നത്. ആ സത്വഗുണം അങ്ങനെ വർദ്ധിക്കണം. ആ സത്വഗുണം എപ്പോൾ വർദ്ധിക്കണമോ? ഭക്തിഭാവം ഗതേന. ഭക്തി വർദ്ധിക്കും. സത്വഗുണം കൊണ്ട് മാത്രമേ ഭക്തി വർദ്ധിക്കൂ. അപ്പോൾ ഭക്തിഭാവം ഗതേന സത്വേന. ഭക്തിയായി പരിണമിച്ചിരിക്കുന്നതായ ആ സത്വഗുണം കൊണ്ട് ഗുണയുഗളം ചിത്വ. മറ്റ് 2 ഗുണങ്ങളെയും, രജഗുണത്തിനെയും തമോ ഗുണത്തിനെയും ഛേദിച്ച്, മുഴുവനൊന്നും സാധ്യമല്ല, കുറച്ചെന്തായാലും നിൽക്കും. ചിന്മയാനന്ദ സ്വാമിയുടെ ഫോർമുല എപ്പോഴും ഓർമ്മ വയ്ക്കണം. അതാണ് 5% തമോ ഗുണം എപ്പോഴും വേണം, എന്നാലേ ഉറങ്ങാൻ പറ്റൂ. 10% രജഗുണം വേണം, എന്നാലേ കർമ്മം ചെയ്യാൻ പറ്റൂ. 85% സത്വഗുണം എപ്പോഴും നിലനിർത്തണം. അതാണ് ഉദ്വൃദ്ധേന സത്വേന. അങ്ങനെ സത്വഗുണം വർദ്ധിക്കുമ്പോൾ ഭക്തിഭാവം ഗതേന.
ഭക്തി അങ്ങനെ ജ്വലിച്ച് നിൽക്കും. അവനവന് തന്നെ അത് അനുഭവിക്കാൻ സാധിക്കും. അങ്ങനെ ഗുണയുഗളം ചിത്വ, ആ 2 ഗുണങ്ങളെയും മെല്ലെ 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 കുറച്ച് ഒടുവിൽ സത്വം ജഹിത്വ, സത്വഗുണത്തിനെയും നശിപ്പിക്കുന്നു. ആ സത്വഗുണവും നമുക്കൊരു തടസ്സമാണ്. പുണ്യവും പാപവും ഉള്ളതിൽ പാപം മോശം, പുണ്യം കുറച്ച് നല്ലത്. പക്ഷെ ആ പുണ്യവും നമ്മളെ ബന്ധിക്കുന്നു, പല കർമ്മങ്ങളിലേക്ക് നമ്മളെ നയിക്കുന്നു. ആ പുണ്യം ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഈ കർമ്മത്തിലേക്ക് വന്നത്. അപ്പോൾ എല്ലാ കർമ്മങ്ങളിൽ നിന്നും തമോ ഗുണമായ കർമ്മങ്ങൾ, രജോഗുണമായ കർമ്മങ്ങൾ, സാത്വിക കർമ്മങ്ങൾ, എല്ലാ കർമ്മങ്ങളിൽ നിന്നും മുക്തനാവണം. സത്വം ജഹിത്വ, അങ്ങനെ സത്വഗുണത്തിനെയും നശിപ്പിച്ച് അനുപഹിത, പിന്നെ ഗുണങ്ങളൊന്നുമില്ല, ആ ഗുണങ്ങളാണ് ഉപാധിയായിരിക്കണേ. ആ ഉപാധികളെല്ലാം പോയി, നമ്മൾ മാത്രം, ഞാൻ ആത്മാവാകുന്ന ഞാൻ മാത്രമാവും. അതാണ് അനുപഹിത, ഞാൻ മാത്രമേ ഉള്ളൂ. വർത്തിതാഹേ ത്വമേഹ, ആ അവസ്ഥയിലെത്തുമ്പോൾ ഞാൻ ആരായി? ഞാൻ അങ്ങ് തന്നെയായി. അഹം ത്വമേവ വർത്തിതാഹേ, ഞാൻ അങ്ങായി തന്നെ ഇരുന്നു കൊള്ളാം. അതിന് അങ്ങ് എന്നെ അനുഗ്രഹിക്കണം. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഓരോരുത്തരും നിരന്തര പ്രയത്നം ചെയ്യണം ഈ സത്വഗുണം വർദ്ധിപ്പിക്കാൻ. അതിൽ ഒന്നിനെയും ആശ്രയിക്കാതെ, അതാണ് ഒന്നിനെയും ആശ്രയിക്കാതെ, ഊരിന്നു വേണ്ട ചില ഭാരങ്ങൾ വേണ്ടതിനും, നീരിന്നു വേണ്ട നിജധാരങ്ങൾ വേണ്ടതിനും, നാരായണ അച്യുത ഹരേ എന്നതിനൊരുവർ നാവൊന്നേ വേണ്ടു, ഹരിനാരായണായ നമഃ. നമ്മുടെ നാവ് മാത്രം മതി. വേണോ? നാവ് വേണോ? വേണ്ട. നാവും വേണ്ട, മനസ്സ് മതി. പിന്നെ എന്തിനാണ് എഴുത്തച്ഛൻ നാവ് വേണമെന്ന് പറഞ്ഞത്? ചുറ്റും നിൽക്കുന്നതായ വൃക്ഷങ്ങളൊക്കെ പാപം ചെയ്തവരാണ്, മൃഗങ്ങൾ, സസ്യങ്ങൾ ഒക്കെ പാപം ചെയ്തവരാണ്. അവരിത് കേൾക്കണമെന്നാണ് പറയണത്. കേട്ടിട്ട് അവർ മോക്ഷമടയണു. ആ പൂന്താനത്തിൻ്റെ ഇല്ലത്തിൻ്റെ മുമ്പിൽ നിറഞ്ഞതായ 2 മറ്റേ പ്ലാവുകൾ, വരിക്കപ്ലാവ്, അവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. വരിക്കപ്ലാവ് പറയുമ്പോൾ നല്ലതാണ്. ആ വരിക്കപ്ലാവ് ഇദ്ദേഹത്തിൻ്റെ നാമജപം കേട്ടിട്ട് അവർക്ക് മോക്ഷം കിട്ടി. ഇദ്ദേഹം ഒടുവിൽ മോക്ഷം കിട്ടി. അവിടെ പോകുമ്പോൾ ഇവർ 2 പേരും വന്ന് നമസ്കരിക്കണം. ആരാ അത് മനസ്സിലായില്ല? ഞാൻ അങ്ങയുടെ ഇല്ലത്തിൻ്റെ മുമ്പിൽ നിന്ന് 2 വരിക്കപ്ലാവാണ്. അങ്ങയുടെ നാമജപം കൊണ്ട് ഞങ്ങൾക്ക് നേരത്തെ മോക്ഷം കിട്ടി. അപ്പോൾ എത്രത്തോളം നാമം ജപിക്കാമോ ജപിക്കൂ. അതുകൊണ്ട് രജസ്സും തമസ്സും കുറയും എന്ന് മാത്രമല്ല, സത്വഗുണം വർദ്ധിക്കും. പിന്നെ ആ സത്വഗുണവും എല്ലാം നശിക്കും. ഇതുപോലെ നമ്മൾ തീ കൂട്ടി ആ തീ കത്തുമ്പോൾ വിറക് കുറയും, ഒടുവിൽ എല്ലാ വിറകും നശിക്കും. അതുപോലെ ഈ സത്വഗുണവും മുഴുവൻ നശിക്കും. അപ്പോൾ ജീവാത്മാവ് പരമാത്മാവും. അനുപഹിത, ഉപാധികളില്ലാതെ, സത്വഗുണമില്ല, രജഗുണമില്ല, തമോ ഗുണമില്ല, 3 ഉപാധികളുമില്ലാതെ വർത്തിതാഹേ ത്വമേവ, അങ്ങായിട്ട് തന്നെ വർത്തിക്കും. അതാണ് പരമാത്മാഭാവം. ജീവൻ മുക്തിയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. അതിൻ്റെ ആചാര്യന്മാരെ പറയുന്നത് നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം കളയുമ്പോൾ തന്നെ ഈ ഗുണങ്ങളൊക്കെ നശിക്കുകയാണ്. ആഗ്രഹങ്ങളെല്ലാം കളയണം. സകല ആഗ്രഹങ്ങളും കളയുമ്പോൾ ഗുണങ്ങൾ നശിച്ച് നമ്മൾ പരിശുദ്ധരാകും. ഭഗവത്ഗീതയിൽ തുടക്കത്തിൽ 2-ാം അധ്യായം കൊണ്ട് ഭഗവാൻ ഗീത മുഴുവൻ പറഞ്ഞു കഴിഞ്ഞു. ഇതിനൊക്കെ സംശയങ്ങളാണ്. വിഹായ കാമാന്യ സർവാൻ പുമാം ശരതി നിസ്പൃഹ
നിർമ്മമോ നിരഹങ്കാര സശാന്തിമതി ഗച്ഛതി. എല്ലാ ആഗ്രഹങ്ങളെയും വിടും. അതിൻ്റെ അർത്ഥം ഒന്നും അനുഭവിക്കണമെന്നല്ല. എന്തൊക്കെ പൂർവ്വജന്മത്തിൻ്റെ കർമ്മമുണ്ടോ അതിനനുസരിച്ച് അനുഭവിക്കുക വേണം. അത് നല്ലതും വരും ചീത്തയും വരും, അതനുഭവിച്ചോളൂ. പക്ഷെ ഒന്നും ഇന്നത് വേണമെന്ന് വിചാരിക്കരുത്. വേണമെന്ന് വിചാരിച്ചാൽ അതൊരു വാസനയാവും. ആ വാസന മൂലം ഒരു കർമ്മത്തിലേക്ക് പോണ്ടി വരും. അപ്പോൾ അങ്ങനെ ജന്മം കൂടിക്കൂടി വരും. വീണ്ടും വീണ്ടും പുനരപി ജനനം പുനരപി മരണം പുനരപി ജനനീ ജഠരേ ശയനം, അങ്ങനെ നീണ്ടു പോകും. അതിലേക്ക് ഇടവയ്ക്കരുത്. എത്രത്തോളം വേഗത്തിൽ ആഗ്രഹങ്ങളെ മുഴുവൻ കളയാമോ കളയൂ. അപ്പോൾ നമ്മുടെ കാരണ ശരീരം നശിക്കുന്നു. കാരണ ശരീരത്തിലാണ് വാസനകളെല്ലാം ഇരിക്കണേ. ഒരു വാസനയും ഇല്ലാത്ത ഒരവസ്ഥ വരും. അപ്പം നമ്മൾ ജീവൻ മുക്തന്മാരായി. രാമകൃഷ്ണദേവൻ, രമണ മഹർഷി, ചട്ടമ്പിസ്വാമികൾ, ശ്രീനാരായണ ഗുരുദേവൻ അവരൊക്കെ ആ ജീവൻ മുക്താവസ്ഥയിൽ ഇരുന്നാണ്. എന്നിട്ടും ഇരിക്കണം. എന്തുകൊണ്ട്? പ്രാരബ്ധം കഴിഞ്ഞിട്ടില്ല. പ്രാരബ്ധം കഴിയുന്നവരെ ആ ജീവൻ ആ ശരീരത്തിൽ ഇരിക്കണം. എപ്പോൾ പ്രാരബ്ധം കഴിയുന്നുവോ ശരീരത്തിനെ വലിച്ചെറിയും. സ്ഥൂല ശരീരത്തിനെ വലിച്ചെറിഞ്ഞ് ഈ ജീവൻ സൂക്ഷ്മ ശരീരം ഇതിലൂടെ ബ്രഹ്മരന്ധ്രത്തിലൂടെ പുറത്തേക്ക് പോകുന്നു. കാരണശരീരം നശിച്ചതുകൊണ്ട് പിന്നെ ഒരു ശരീരം എടുക്കാൻ സാധ്യമല്ല. അപ്പോൾ എങ്ങും നിറഞ്ഞു നിൽക്കുന്നതായ പഞ്ചഭൂതങ്ങളിൽ പോയി ലയിക്കുന്നു. അതാണ് വിദേഹമുക്തി. രണ്ട് മുക്തികൾ, ജീവൻ മുക്തി, വിദേഹമുക്തി. അപ്പോൾ ജീവാത്മാവായ നമ്മൾ ഓരോരുത്തരും ആ വിധത്തിൽ പരിശുദ്ധരാവാൻ ശ്രമിക്കണം. ആദ്യത്തെ ഒറ്റ ശ്ലോകത്തിൽ തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു. അതാണ് എല്ലാ കാര്യങ്ങളും. 3 ഗുണങ്ങൾ നമ്മളിലുണ്ട്. കഴിയുന്നത്ര തമോ ഗുണത്തിനെയും രജോ ഗുണത്തിനെയും ചുരുക്കൂ. കഴിയുന്നത്ര സത്വഗുണത്തിനെ മെല്ലെ 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 ഓരോ ഉപാധികളിലൂടെ, നാമജപത്തിലൂടെ, സത്സംഗങ്ങളിലൂടെ, സ്വാധ്യായങ്ങളിലൂടെ, ക്ഷേത്ര ദർശനങ്ങളിലൂടെ, തീർത്ഥാടനങ്ങളിലൂടെ വർദ്ധിപ്പിക്കൂ. മെല്ലെ മെല്ലെ വർദ്ധിപ്പിക്കും. അങ്ങനെ സത്വഗുണം വർദ്ധിക്കുന്ന സമയത്ത് മറ്റ് 2 ഗുണങ്ങൾ നശിക്കുന്നു. ഒടുവിൽ സത്വഗുണവും നശിച്ച് നമ്മൾ ഭഗവാനുമായി വർത്തിതാഹേ ത്വമേവ. ജീവാത്മ പരമാത്മ ഐക്യം, ജീവ ബ്രഹ്മ ഐക്യം. ആ ഐക്യം നമുക്ക് നേടാൻ സാധിക്കും.